ഹായ്, നമസ്കാരം. SBI ഉള്ളതാണ്. ഇന്നലെ രാത്രി കൊടുത്തൊരു വാർത്തയിൽ ഒരു പിശക് സംഭവിച്ചു. തെറ്റുപറ്റി എന്ന് പറയാൻ യാതൊരു മടിയില്ല. PV അൻവർ ED ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റിലായി എന്ന് ഇന്നലെ ന്യൂസ് 24/7 കൊടുത്ത വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാത്രി റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അമ്പൂക്ക, നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുത്തതിൽ നിങ്ങളോട് നിർവ്യാജം ഖേദിക്കുന്നു. ഇത് പേടിച്ചിട്ടൊന്നുമല്ല. ഇത് പറയുന്ന നമ്മളേൽ തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നുമല്ല, തെറ്റുപറ്റുന്ന മനുഷ്യരാണ്. ചില കാഴ്ചകൾ കണ്ടപ്പോൾ തെറ്റുപറ്റി അത് പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗി അല്ലാതെയല്ല, നിങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗിയാണ്. നിങ്ങളെ ഒരു വ്യാജ വാർത്ത കൊടുത്ത് തകർക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ കാട്ടിക്കൂട്ടിയ മോശത്തരങ്ങൾക്കെല്ലാം രാഷ്ട്രീയമായി തന്നെ നിങ്ങളോട് പോരടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെന്ന വ്യക്തിയെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും. അതിലൊരു വ്യാജ വാർത്തയുടെ പിൻബലപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പടുത്ത നിങ്ങളുടെ രാഷ്ട്രീയ സാമ്രാജ്യത്തെ തകർത്ത് കളയാമെന്നോ അല്ല. ഇപ്പോൾ രാഷ്ട്രീയ സാമ്രാജ്യമൊന്നും ഇല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ഗുമ്മിന് പറയാം. അതിനപ്പുറത്തേക്കും ഇന്നലെ 12 മണിക്കൂർ ED നിങ്ങളെ ചോദ്യം ചെയ്തതിന് ശേഷം രാത്രിയോടുകൂടി വിട്ടയച്ചു എന്ന് പിന്നീട് അവരുടെ നിർവ്യാജം ഖേദപ്രകടനം കണ്ടു. ആ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുത്ത വാർത്തയാണെങ്കിലും നമ്മളെ കാണുന്നവരും കേൾക്കുന്നവരെയും ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞു പറ്റിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കോ നമുക്ക് എതിരഭിപ്രായമുണ്ട് എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയെയും അങ്ങനെ തെറ്റിദ്ധാരണ പരത്തി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ ഡീഗ്രേഡ് ചെയ്ത് കളയുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാർത്ത ഇന്നലെ കൊടുത്തിരുന്ന തെറ്റായിരുന്നു എന്ന് പിന്നീട് ന്യൂസ് 24/7 അദ്ദേഹത്തെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. 12 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തില്ല, അറസ്റ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി കരഞ്ഞ് കാല് പിടിച്ചിട്ടൊക്കെ ദയവ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യരുത്, എൻ്റെ പിണറായിസം തീർക്കാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണമെന്ന നിലയ്ക്ക് അവരോട് കരഞ്ഞ് കാല് പിടിച്ചു. കാര്യം ED എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ED എന്ന് പറയുന്നത് ഈ BJPയുടെ ഓഫറുമായിട്ട് കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ താല്പര്യമുണ്ടോ അതിന് ഓരോ ഓഫറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിനോടൊപ്പം പിണറായിസം തകർക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ് കോർണർ കൂടിയുണ്ട്. ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണല്ലോ ED എന്ന് പറഞ്ഞാൽ. അവരുടെ മധ്യസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ഓഫറുമായിട്ട് വരുന്നവരാണല്ലോ. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ED 12 മണിക്കൂറൊക്കെ പലതരത്തിലുള്ള ഓഫറുകൾ മുന്നോട്ട് വെച്ചു. ആ ഓഫറിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ ബംഗാളിൽ മത്സരിക്കാൻ നടക്കുന്നതുകൊണ്ട് തന്നെ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കൂടി നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ്സുകാരനെ BJPക്ക് റാഞ്ചാൻ പറ്റും. അങ്ങനെ ED മുഖേനയുള്ള ആ ഒരു മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നടന്ന ചർച്ചയിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലോട്ട് പോകണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിണറായിസം തീർക്കാനാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം നിന്ന ഭാവിയിൽ നമുക്ക് ആലോചിക്കാമെന്ന നിലയ്ക്ക് BJPയെ വിഷമിപ്പിക്കാതെ EDയെ വിഷമിപ്പിക്കാതെ ഉള്ളൊരു കോംപ്രമൈസ് ടോക്ക് അതിനകത്ത് നടന്നോ ഇല്ലയോ എന്നൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യമാണ്. എന്തായാലും EDയുടെ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള കരുക്കൾ നീക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ആ ഒരു സംവിധാനത്തെ ഒരു പൊളിറ്റിക്കലി അവർ ഉപയോഗിക്കുന്നത്. ആ നിലയ്ക്ക് PV അൻവറിനെ വരും ദിവസങ്ങളിൽ BJPയിൽ എത്തിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല. UDFയിൽ എത്തി പിണറായി അവതരിപ്പിച്ചതിന് ശേഷം അതുവഴി നേരെ ശശി തരൂർ പാലത്തിലൂടെ അങ്ങ് BJPയിലേക്ക് ചേക്കേറാനുള്ള സാഹചര്യമുണ്ട്. കാര്യം എവിടെ പൈസ കിട്ടുമോ അവിടെ ഇക്കാനുണ്ട്. പണം മുഖ്യമാണ് ബിഗിലെ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടതാണ്. ED അദ്ദേഹത്തെ ഈ കള്ളപ്പണം നിക്ഷേപം ഷെൽ കമ്പനിയിലൊക്കെ നിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എന്തൊക്കെയാണ് വസ്തുക്കളെന്ന് വരട്ടെ. അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ വാർത്ത ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ പുറത്തു വന്നു. അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അങ്ങനെ വ്യാജ വാർത്ത കൊടുത്ത് തകർക്കേണ്ട കാര്യമില്ല. ആ വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അറസ്റ്റ് നടന്നതായിട്ട് നമ്മൾ മാധ്യമങ്ങളെയാണല്ലോ പൊതുവെ വിശ്വസിക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വാർത്ത ഉണ്ടായതിൽ നിർവ്യാജം ഖേദിക്കുന്നു. അങ്ങനെയല്ല, നമ്മളെ പോരാട്ടം എപ്പോഴും നേർക്ക് നേരാണ്, ഫേസ് ടു ഫേസ് ആണ്. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒന്നല്ല, നേരിട്ട് തന്നെ നിങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് നിലകൊള്ളും. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ തെറ്റായ ഒരു വാർത്ത കൊടുക്കേണ്ടി വന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നു.